കല്ലിമറിയാമയോ? എവിടെ പോവാ? എവിടെയാടാ പോകുന്നേ കല്ല? ടാറ്റ പോവാണോ? ഈ ചെടിയെല്ലാം എടുത്തോണ്ട് എവിടെ പോവാ? അപ്പൊ അല്ലൊന്ന് കാണിച്ചേ, ആയിഷീനെ ഒന്ന് വിളിച്ചേ. മുറുക്ക വിളിക്ക ആയിഷേന്ന്. അവിടെ നിപ്പുണ്ടോ? വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. ആയിഷേന്ന് വിളിച്ചേ. നിങ്ങളോട് വീഡിയോ പറയുമ്പോൾ പതൊക്കെ വിളിക്കുന്ന കേട്ടോ. മുറുക്ക വിളിക്കുക ആയിഷേന്ന്. കുഞ്ഞ പറഞ്ഞു, കുഞ്ഞ ആയിഷേന്ന് കണ്ടാണ് വീഡിയോ എടുക്കുന്ന വേണ്ട. കൊച്ചേ ഇല്ലയോ. ആ ആയിച്ചേന്ന് അങ്ങോട്ട് വിളിക്കിട്ട് കല്ലിമാറിയാമേ. ബാ ഇത് കല്ല, കല്ല ബാ. എന്താ കർഷക ഇറങ്ങിയ? എന്താ ഇവിടെ പരിപാടി? ഈ ചെടി നമ്മുടെ ഉണ്ടല്ലോ, എന്താ എന്റെ പേര് അപ്പൂപ്പന്താടി പോലത്തെ ഒരു ഇത് കാണിച്ചില്ലായിരുന്നു അന്ന്. അതിന്റെ വളർത്തിയതാ ചേട്ടായിട്ട്. അത് ഭയങ്കര ഇത് ഭയങ്കര വില കൂടിയ ചെടിയാ. അത് ഇതിന്റെ ഫോട്ടോ. ചെമ്പകം പോലെ, ചെമ്പകത്തിന്റെ പോലെ തണ്ട്. ഏത് ചെമ്പകം? ഞങ്ങളുടെ ഇവിടെ ചെമ്പകം മഞ്ഞ കളർ. ചെമ്പകം ഒത്തിരി കളറുണ്ട്. വെള്ള കളറുണ്ട്, വെള്ളമുണ്ട്, മഞ്ഞുണ്ട്, പിങ്ക് കളറുണ്ട്. ചെമ്പകം പോലെ ചെമ്പകം എന്ത്? ഉടുപ്പൂര് പോവണ്ട, ബാ നൂരിയേക്ക്, ഉടുപ്പൂരേക്ക് ടാറ്റ പോകണ്ട. ആ അല്ല പിന്നെ ഉയ്യാൻ പോണേ. ടാറ്റ പോകണ്ടല്ലോ. ആ കൊണ്ടുപോകണ്ട. ഇത് ചേച്ചി കാണിക്കുന്ന സാധനം. തേങ്ങ അയ്യോ എനിക്ക് വയ്യ. അയ്യോ എനിക്ക് വയ്യടാ. കളിക്കുവാടി അമ്മക്ക് പേടിയാ. വീടല്ലേ നോക്കണേ. എന്നിട്ട് അവള് കളിക്കുവാടി. നിനക്ക് പപ്പായനെ വിളിക്ക. പപ്പേനെ കാണിച്ചു കൊടുക്കും മിക്കി. ചിറ്റമ്മ ഭയങ്കര കളി ഇവിടെ അവളെ ഭയങ്കര സ്നേഹം ചിറ്റമ്മേ. വീടല്ലേ പതുക്കെ കയറി പതുക്കെ. മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ആ മസാജ് ചെയ്ത് കൊടുക്ക്. തല മസാജ് ചെയ്യുമ്പോ അനങ്ങാൻ നിൽക്കാൻ നോക്കി. മസാജ് ചെയ്ത് കൊടുക്ക് തല. ഹായ് പറയണ വീടല്ല, രണ്ടും കൂടെ ഓടി. ഇവള് വാല നടക്കുന്നത്. മിക്കക്ക് കളിക്കാൻ ആരില്ല.
അങ്ങനെ ലച്ചുട്ടിക്ക് കുഞ്ചൂസ് ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് തയ്ച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് കട്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ലച്ചുട്ടിക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വയസ്സിന്റെ ഉടുപ്പ്, ഒരു വയസ്സിന്റെ ലച്ചുട്ടി 1.5 വയസ്സായ ഉടുപ്പ് ആദ്യം തയ്ച്ചു ഞാൻ. ഇത് സാധാ കോട്ടൺ ആണ് കേട്ടോ, അതായത് കുറഞ്ഞ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതിനകത്ത് നല്ല ക്യൂട്ടായിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ തന്നെ അതിനകത്ത് ഡിസൈൻ വർക്ക് എന്തൊക്കെ ചെയ്യും, പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. നല്ല ഭംഗിയുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചേ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുവോ കേട്ടോ, ചെയ്തത് റെഡിയായി വരുന്നേ ഉള്ളൂ, റെഡി ആയിട്ടില്ല. ഈ ചെറുക്കൻ അടക്കി വരുമല്ലോ പിന്നെ എങ്ങനെ കണ്ടോ? ഇല്ല ഇത് ഇങ്ങോട്ടായില്ലേ, പൂലായി വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഈ സൈഡിലെ സാധനമൊക്കെ മേടിച്ചാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇത് കാണിച്ചാ ഉടുപ്പ് കാണിച്ച്. അയ്യോ ഇതുണ്ടോ, നല്ല രസമില്ലേ? അവിടെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസമായിരുന്നു കേട്ടോ. ഒന്ന് ഇട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. കറണ്ട് ഇല്ല, അതാ ഞങ്ങൾ പുറത്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. രാവിലെ പോയതാണ്, വെന്തിരിക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ചന്തമുണ്ട്. ഇനി ഇത് നല്ല മെറ്റീരിയലൊക്കെ എടുത്ത് സൂപ്പറായിട്ട് തയ്ക്കണം കേട്ടോ. ഇത് ചെറിയ അതായത് ലൈനിങ് മെറ്റീരിയൽ അല്ലേ? 45 രൂപ മീറ്റർ ആയിരുന്നു, ചെറിയ 44. ചെറിയ തയ്യൽ പഠിക്കാൻ വേണ്ടിട്ട് എടുത്താണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഉടുപ്പ് തന്നെ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ വീട്ടിൽ ഇടാൻ വേണ്ടി അങ്ങനെ തയ്ക്കാം. അങ്ങനെ ആ തയ്ച്ച് തുടങ്ങിയ പിന്നെ ലൈനിങ് ഇട്ടേക്ക് എന്തായാലും വെച്ചാലേ. എന്തായാലും നല്ല രസമുണ്ട്. ഇനി അവളുടെ ആമിയുടെ അവിടെ തയ്ച്ചു വെച്ചേക്കുന്നു, എടുക്കണം. അത് കുറച്ച് പണികളുണ്ട് കേട്ടോ. ജ്യൂസിന് പിന്നെ വയ്യ കേട്ടോ. മന്ത്ലി നമുക്ക് വരുന്ന ആ ഒരു ഇതാണ്. നല്ല ടഫിലാണ് കുഞ്ചൂസ് കടന്നു പോയി. ഭയങ്കര വേദനയാണ് കേട്ടോ. പോയ വേദന അതേപടി തിരിച്ചു ഇപ്പൊ ഇത്തിരി ഓക്കെ ആയി, ഒന്ന് എണീറ്റ് നിക്കാൻ തുടങ്ങി. അത് ചെയ്യട്ടെ. നല്ല രസമുണ്ടല്ലേ ഉടുപ്പ് ഫിനിഷായി. ഉടുപ്പ് ഫിനിഷായി, ഇട്ട് കൊടുത്തേക്കടി. ഓ നല്ല എന്താ ഉടുപ്പ്, ഇതാണ്ട ചേട്ടാ ഉടുപ്പ്. ഇങ്ങോട്ട് നോക്കിയേ, ഇതൊന്നും അവളെ പോയി കുത്തുന്നത്. നല്ല ചന്തമുണ്ട് കേട്ടോ ഉടുപ്പ് കാണാൻ. മിക്കിക്ക് ഇതുപോലെ ഒരെണ്ണം തയ്ക്കണം അടി, മറ്റേ പോലെ തയ്ച്ചാൽ മതി. നല്ല രസമുണ്ടോ ഉടുപ്പ് കേട്ടോ. കുഞ്ചൂസ് ഇത്ര വലിയ കലാകാരിയായിരുന്നു. എനിക്കൊരു മോഡലിനെയും കിട്ടി, ഒരു വയസ്സുകാരി മോഡലേ നിർത്തി മോഡലേ. അങ്ങനെ വീണ്ടും കുഞ്ചൂസ് കഴിവ് തെളിയിച്ചിരിക്കുകയാണ് കുഞ്ചൂസിന്റെ സ്റ്റിച്ചിങ്ങില്. എന്റെ ഉടുപ്പ് വേണ്ട, പുതിയ ഉടുപ്പ് വേണ്ട. ഓടാതെ നിങ്ങൾ അവിടെ വല്ലതും പോയി കളിക്കുമ്പോ. പൊട്ടിച്ചോളൂ, പൊട്ടിച്ചാലല്ലേ എനിക്ക് അതിനകത്ത് ഇന്നറിയത്തുള്ളൂ. ഞാനിതുപോലെ തന്നെ പേപ്പർ കളയാൻ നോക്കത്തില്ല. നല്ലൊരു പേപ്പറായിരുന്നു നമ്മ. നമ്മളെ ഭാഗത്തെ കാണട്ടെ, എന്നാലല്ലേ അവക്ക് കാണാൻ വരത്തുള്ളൂ. இந்த போட்டோஸ் ഒക്കെ ഞാൻ കൊടുത്തത്, இந்த ഫോട്ടോസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇത് എന്റെ ഫോട്ടോ വാങ്ങിച്ചത്. ആ ഇത് കൊള്ളാം. ആര് ചെയ്താ? സുബി ചെയ്താ. സുബി വാവയുടെ ഫ്രണ്ടാണ് കേട്ടോ. സുബി ഇങ്ങനെ പേജ് ഉണ്ടല്ലോ, അവിടെ പേജിന്റെ പേരെന്നാന്ന് ഞാൻ മറന്നുപോയി. ഞാൻ പേര് ഞാൻ ഒന്നും ഓർത്തിട്ട് പറയട്ടെ, ഇടയ്ക്ക് വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞേക്കാം. വാവയുടെ കൂട്ടുകാർ ചെയ്യുന്നതാ. സുബി സുരേഷ് എന്നല്ലേ ഇവിടെ വരും അല്ലേ? സുബി ചെയ്ത കൊച്ചു കൊണ്ട് തന്ന, ഇന്നലെ കൊണ്ട് തന്ന. ഇന്നലെ കട ഞാൻ ഇന്നപ്പോൾ ഞാൻ വിളക്ക് ചെയ്തോണ്ടിരിക്കലല്ലോ. അവരോട് ഡിഗ്രിക്ക് പഠിച്ചത് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ഇസ് ആവശ്യമാണ്.
അവള് ചുമ്മാ ചിരിപ്പിച്ചാണ്ടിരുന്നതൊക്കെ എടുത്തായിരിക്കും, നേരത്തെ ആയിരിക്കും. ഇതൊക്കെ തുരുത്തിക്കടവില് വീട്ടിലില്ലേ, കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ താഴത്തെ ഈ 2 ഫോട്ടോയാണ് ഭയങ്കര ഇഷ്ടം. അതിലൊരു കുഞ്ഞി കുട്ടിത്തമുണ്ട്. ഇത് വേറെ തള്ള വൈബ്, എന്ത് വൈബ്, തള്ള വൈബ്. ഇത് നല്ല ഫോട്ടോ, ചെപ്പി സാരി എടുത്ത ഫോട്ടോ നല്ല ഫോട്ടോ. നിങ്ങൾക്ക് ഈ പോകുന്ന ചേട്ടനെ പരിചയം ഉണ്ടായിരിക്കും എല്ലാവർക്കും. വാ, ഒരാള് റൂബിയമ്മ മേടിച്ചു തന്ന ഡ്രസ്സായിട്ട് ഇങ്ങനെ പ്രീജാമ മേടിച്ചു തന്ന ഇങ്ങനെ ഉടുപ്പ്. എന്നാ കാണിക്കണ്ട, ശരി ആയിക്കോട്ടെ. ഒന്ന് ആമി ചേച്ചിയുടെ ഉടുപ്പായി അവളിട്ടേക്കുന്നത്.
പൊക്കോ